ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ മേക്ക് ചെയ്യാനായിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു സാറ്റിൻ സിൽക്കാണ്. ഇതിൻ്റെ നീളം 15 സെൻറ്റിമീറ്ററും ഇതിലുള്ള വീതി എന്ന് പറയുന്നത് 9 സെൻറ്റിമീറ്ററും ആട്ടോ. ഈ ഒരു അളവിലാണ് ഈ മെറ്റീരിയൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനുശേഷം ഇതിനെ ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് എൻഡ് തയ്ച്ചെടുത്തിട്ട് വരാം. ഇവിടെ തയ്ച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ നല്ല വശം ഇതുപോലെ പുറത്തെടുക്കാം. അതിനുശേഷം തയ്യൽ വന്ന ഭാഗം സെൻറ്ററിൽ വരുന്ന രീതിയിൽ വെച്ച് രണ്ടായിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് ഈ എൻഡിനെ കൂട്ടി തയ്ച്ച് കൊണ്ടുവരാം. അപ്പം നമ്മളിത് ഇതുപോലെ തയ്ച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ഈ തയ്യൽ ഉള്ളിൽ വശം പോകുന്ന രീതിയിൽ ഇതുപോലെ നമുക്ക് മറിച്ചെടുക്കാം. അതിനുശേഷം കറക്റ്റ് ഇതിൻ്റെ സെൻറ്റർ പോർഷനിലൂടെ നമുക്ക് റണ്ണിങ് സ്റ്റിച്ച് ഇട്ടെടുക്കാം. നമ്മൾ സാധാ ബോയൊക്കെ മേക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് റണ്ണിങ് സ്റ്റിച്ച് ഇട്ടെടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിനെ ഇതുപോലെ നന്നായിട്ടൊന്ന് വലിച്ച് അതിനെ നമ്മുടെ ബോയുടെ ഷേപ്പിലോട്ട് ആക്കിയെടുക്കാം. അതിനുശേഷം ഈ ത്രെഡ് ഉപയോഗിച്ച് ഇതിനെ ഇതുപോലെ നല്ലോണം ചുറ്റി ജസ്റ്റ് ഒന്ന് കൂട്ടി തയ്ച്ച് വയ്ക്കാം. എന്നിട്ട് ബാലൻസ് പണി നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പം നമ്മളിവിടെ സൂചി നൂല് ഉപയോഗിച്ച് അത് കെട്ടിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു സിൽക്ക് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു പീസിൻ്റെ അളവ് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ നീളവും 15 സെൻറ്റിമീറ്ററാണ്, അതുപോലെ വീതിയും 15 സെൻറ്റിമീറ്ററാണ്. എന്നിട്ട് അതിനെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യാം. എന്നിട്ട് രണ്ട് എൻഡും ഇതുപോലെ തയ്ച്ചെടുത്തിട്ട് വരാം. ഇതിൻ്റെ കൂർത്ത ഭാഗം ജസ്റ്റ് ഇതുപോലെ ഗ്യാപ്പ് ഇട്ടാണ് നമ്മൾ തയ്ച്ച് വെച്ചേക്കുന്നത്. അതിലൂടെ ഇതിൻ്റെ നല്ല വശം പുറത്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു പേനയോ എന്തെങ്കിലും ഉപയോഗിച്ച് ഇതിൻ്റെ എൻഡുകളെല്ലാം ഇതുപോലെ ഒന്ന് കൂർപ്പിച്ചെടുക്കാം. അപ്പോൾ നല്ലോണം നമ്മൾ കൂർപ്പിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തെടുക്കാനായിട്ട് ഗ്യാപ്പ് ഇട്ടിരുന്നില്ലേ, അതിനെ ഉള്ളിലോട്ടൊന്ന് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഫോൾഡ് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് ഇതുപോലെ ഞൊറികളിട്ടാണ് ഇത് ഫുള്ളായിട്ട് മേക്ക് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നമ്മളിത് ഞൊറികളിട്ട് ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി അതിനെ തല തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പാണ് നമുക്ക് കിട്ടുന്നത്. ഇതിന് വേണ്ടിയാട്ടോ നമ്മളിങ്ങനെ ചെയ്ത. അപ്പം ലോങ് ടെയിൽ എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം അതവിടെ കറക്റ്റായിട്ട് ഇരിക്കാനായിട്ട് ഒന്ന് തയ്ച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് സൂചി നൂല് ഉപയോഗിച്ച് അതൊന്ന് കെട്ടിട്ട് വെക്കാം. അപ്പം നമ്മൾ നല്ലോണം കെട്ടിട്ടെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബോയുടെ താഴ്ഭാഗത്തായിട്ട് ഇതിനെ ഇതുപോലെ വെച്ചാണ് നമ്മൾ കൂട്ടി തയ്ക്കുന്നത്. അപ്പം നല്ലോണം സൂചി നൂല് ഉപയോഗിച്ച് അതിനെ നല്ലോണം നമുക്കൊന്ന് തയ്ച്ചെടുത്തേച്ച് വരാം. അതിനുശേഷം ഇതിൻ്റെ സെൻറ്റർ പോർഷനിൽ വെക്കാനായിട്ട് നമ്മളിത് ഇതുപോലൊരു പീസ് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ എൻഡ് വശം ഇതുപോലെ ഒന്ന് തയ്ച്ചെടുത്തിട്ട് വരാം. അപ്പം നമ്മളിവിടെ തയ്ച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ നല്ല വശം പുറത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു പീസിനെ ഇതിൻ്റെ സെൻറ്റർ പോർഷനിലോട്ട് ഇതുപോലെ വെച്ച് വേണം നമുക്ക് എടുക്കാനായിട്ട്. ഇത് നിങ്ങൾക്ക് സെൻറ്റർ ക്ലിപ്പിലോ അല്ലെങ്കിൽ അലിഗേറ്റർ ക്ലിപ്പിലോ എന്തിൽ വേണമെങ്കിലും അറ്റാച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു ബണ്ണാട്ടോ എടുത്തിട്ടുള്ള ഇതുപോലെ ഒന്നിൽ വെച്ച് നമുക്കിതിനെ അറ്റാച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ സെൻറ്റർ പോർഷനിൽ വെച്ച ആ ഒരു പീസിനെ ഇതിൻ്റെ പുറത്തൂടെ ഇതുപോലെ എടുത്ത് ഫോൾഡ് ചെയ്തെടുക്കാം. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇതിനെ ഉള്ളിലോട്ട് മടക്കി വെച്ച് വേണം ഇതിനെ നമുക്ക് തയ്ച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് അവിടെ ഫിക്സ് ആയിട്ടിരുന്നോളും. അപ്പം നമ്മൾ സൂചി നൂല് ഉപയോഗിച്ച് തയ്ച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഭംഗിയിലുള്ള ലോങ് ടെയിലായിട്ടുള്ള ഹെയർ ബോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഭയങ്കര ട്രെൻഡിങ്ങിൽ പോകുന്ന ഒരു ഐറ്റം ആട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പം മേക്ക് ചെയ്യാൻ പറ്റും. അപ്പം വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ഇതിലും ഭംഗിയുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.